ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ അത്ഭുത ലോകം ഇറങ്ങിയിട്ട് 27 ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇതിനോടകം തന്നെ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പിടി റെക്കോർഡുകൾ ഇനി തീർക്കാനായി ലോക മുന്നോട്ട് പോകുന്നു. ഈ ഒരു വീഡിയോയിൽ സിനിമയുടെ ഇന്നത്തെ പ്രീസെയിൽ, കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ, അങ്ങനെ തുടങ്ങി തമിഴ്, തെലുങ്ക് അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയോടെ ചെയ്യുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. 26 ദിനങ്ങൾ പിന്നിടുമ്പോൾ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി സിനിമ മാറിയിരിക്കുകയാണ്. 25-ാം ദിനം സിനിമ 275.5 കോടിയാണ് നേടിയെങ്കിൽ 26-ാം ദിനം പിന്നിടുമ്പോൾ സിനിമ 277.25 കോടിയിലേക്ക് വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് സിനിമയ്ക്ക് 23 കോടി കൂടി വേണം 300 കോടിയിലേക്ക് എത്താൻ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 105.5 കോടിയോളമാണ് എത്തിയിരിക്കുന്നത്. അതായത് 13 കോടി കൂടി വേണം സിനിമയ്ക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താനായിട്ട്. അപ്പോൾ സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് ആദ്യമൊന്ന് നമുക്ക് കടന്നു വരാം. ഇന്നലെ സിനിമയ്ക്ക് 99 ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസ് ആയിട്ട് വന്നത്. 19% ഒക്യുപ്പൻസി ആയി വന്നത്. 1173 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 62,300 ടിക്കറ്റുകളാണ് ഇന്നലെ വിറ്റുപോയത്. ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. എന്തായാലും സിനിമയുടെ 26-ാം ദിനത്തെ കളക്ഷൻ അങ്ങനെ 1,25,00,000, 1,30,00,000 രൂപ ആ റേഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. തുടർച്ചയായി 26-ാം ദിനവും സിനിമ 1 കോടിക്ക് മുകളിലേക്ക് എത്തുകയാണ്. 27-ാം ദിനത്തിലേക്ക് കടക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ പ്രീസെയിലൂടെ മാത്രം 27,26,000 രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് 17,000 ടിക്കറ്റുകൾ പ്രീസെയിലൂടെ തന്നെ വിറ്റുപോയിരിക്കുന്നു. വർക്കിംഗ് ഡേയിലും പ്രീസെയിലൂടെ കളക്ഷൻ വരുന്നു. 27-ാം ദിനമാണെന്ന് കൂടി ഓർക്കുക. 1118 ഷോകളിൽ നിന്ന് രാവിലെ തന്നെ ലഭിച്ചിരിക്കുന്നത് 30 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ളതാണ്. ഇന്നും സിനിമ 1 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഒരുപക്ഷെ 1 കോടിക്ക് മുകളിലേക്ക് പോകാനും ചാൻസുകളാണ്. തമിഴ് സിനിമയിൽ അല്ലെങ്കിൽ തമിഴിൽ സിനിമയുടെ കളക്ഷൻ ഒരു റെക്കോർഡിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. മലയാളത്തിലെ ടോപ്പ് 3 തമിഴ് മൂവീസിലേക്ക് നമുക്ക് പോകാം. മഞ്ഞുമൽ ബോയ്സ് 63.5 കോടിയോളമായി നേടി തമിഴ്നാട്ടിൽ നിന്ന് നമ്പർ 1 നിൽക്കുകയാണ്. ആവേശം 10,75,00,000 രൂപയാണ് തമിഴ്നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഇടയിൽ 2ാം പൊസിഷനിലാണ് ഇവിടെ ഈ ഒരു സിനിമ നിൽക്കുന്നത്. 22,50,00,000 രൂപ തമിഴിൽ നിന്ന് കടന്നിരിക്കുകയാണ്. അതായത് 23 ദിനം കൊണ്ട് സിനിമ 16.5 കോടിയാണ് തമിഴ് വെർഷൻ മാത്രമായി നേടിയിരിക്കുന്നത്. മലയാളം വെർഷൻ ഉൾപ്പെടെ വരുമ്പോൾ 22.5 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. തെലുങ്കിൽ നിന്ന് തെലുങ്ക് വെർഷൻ മാത്രം 14.5 കോടിക്ക് മുകളിലേക്കാണ് 25 ദിനം കൊണ്ട് നേടിയിരിക്കുന്നത്. തെലുങ്കിലും സിനിമ 20 കോടിക്ക് മുകളിൽ കഴിയുകയും ചെയ്തിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 55 കോടിക്ക് മുകളിൽ, അതായത് 60 കോടിയിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. ഹിന്ദിയിൽ സിനിമ 5 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കളക്ഷൻ ഇടിവ് തന്നെയാണ് നമുക്ക് കാണാനും കഴിയുന്നത്. എന്തായാലും ടിക്കറ്റ് ബുക്കിങ്ങിൽ സിനിമ വലിയ റെക്കോർഡ് തന്നെയാണ്. 5 മില്യൺ ടിക്കറ്റ്സ് ആണ് സിനിമയ്ക്ക് വിറ്റുപോയതായിട്ട് കഴിഞ്ഞ ദിവസം അപ്ഡേറ്റുകൾ വന്ന്. അത് സർവ്വകാല റെക്കോർഡാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ടോപ്പ് 2ലാണ് സിനിമ നിൽക്കുന്നത്. 26-ാം ദിനം സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നു മണിക്കൂറിൽ അല്ലെങ്കിൽ 24 മണിക്കൂറിൽ വിറ്റുപോയത് 29,900 ടിക്കറ്റുകളാണ്. ഡൊമസ്റ്റിക് കളക്ഷൻ സിനിമ റെക്കോർഡിലേക്ക് എത്തുകയാണ്. ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. 167.6 കോടിയാണ്. ലോക 25 ദിനം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് 159.6 കോടിയാണ്. അതായത് 26 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ 161.5 കോടിയോളം എത്തിയിരിക്കുന്നു. അതായത് സിനിമയ്ക്ക് ഇനി വെറും 8 കോടിക്ക് അടുത്ത് മാത്രം മതി ആ ഒരു മേഖലയിലും റെക്കോർഡ് തീർക്കാൻ. ഒരുമാതിരി എല്ലാ റെക്കോർഡുകളും തീർത്ത് ഈ സിനിമയുടെ മുന്നിൽ നിൽക്കുന്ന പ്രമുഖമായ 3 റെക്കോർഡുകളാണ്. ഒന്ന്, ഡൊമസ്റ്റിക്കിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുക എന്ന ആ ഒരു ചിത്രത്തിലേക്ക് എത്താൻ മഞ്ഞുമൽ ബോയ്സുമായിട്ടുള്ള മത്സരമാണ്. അത് വെറും 8 കോടിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ആയിട്ട്. പക്ഷേ 300 കോടി എന്ന ആ ഒരു മാജിക് ഫിഗറിലേക്ക് എത്താൻ 23 കോടി കൂടി സിനിമയ്ക്ക് വേണം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ 13 കോടിയോളമാണ്. ഈ 3 എണ്ണമാണ് സിനിമയുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ മൈൽ സ്റ്റോൺസ് എന്ന് തന്നെ നമുക്ക് പറയാം. സിനിമയുടെ 275 കോടി നേടിയ, അതായത് 25 ദിനത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ടെറിട്ടറി വൈസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചത് ഇപ്പോൾ നമുക്കറിയാം 105.5 കോടിയോളമാണ്. അതായത് 25 ദിനങ്ങൾ കൊണ്ട് നേടിയത് 104 കോടി 21 ലക്ഷം രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 25-ാം ദിനം കൊണ്ട് നേടിയത് 55 കോടി 25 ലക്ഷം രൂപയായിരുന്നെങ്കിൽ അങ്ങനെ ഇന്ത്യ ടോട്ടൽ 159.5 ആണ് ഇവിടെ കാണിക്കുന്നത്. GCCയിൽ നിന്ന് $8.17 മില്യൺ സിനിമ നേടിയത്.
നേടിയതായി 25 ദിവസത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. USA കാനഡയിൽ നിന്ന് 2.10 മില്യണും UK അയർലൻഡിൽ നിന്ന് $1.40 മില്യൺ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് $711K, യൂറോപ്പ് ആൻഡ് റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $718K സിനിമ നേടിയത്. അതായത് ഓവർസീസിൽ നിന്ന് $13.11 മില്യൺ, 115.76 കോടിയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയും ഒരു റെക്കോർഡ് കൂടി സിനിമയ്ക്ക് തീർക്കാനുണ്ട്. എമ്പുരാൻ്റെ ഒരു റെക്കോർഡ് കൂടി കടന്നാൽ എല്ലാ റെക്കോർഡുകളും സിനിമയുടെ പേരിലേക്ക് വരുന്നതാണ്. അപ്പോൾ 27-ാം ദിനം കഴിയുമ്പോഴത്തേക്ക് വേൾഡ് വൈഡായിട്ട് എത്ര എത്തുമെന്ന് നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. എന്താണേലും സിനിമ 279 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതുകൂടാതെ കേരള ബോക്സ് ഓഫീസിലും എത്ര നേടുമെന്നുള്ളത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. കേരള ബോക്സ് ഓഫീസിൽ 105.5 കോടിയാണ്. ഇന്നത്തോടെ 106.5 കോടിയിലേക്ക് എത്തുമെന്നുള്ളതും ഉറപ്പിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേപ്പ് ഇന്ത്യാസ്.